ഹലോ ഗൈസ്, വെൽക്കം ടു മൈൻഡ് മസിൽ പുതിയവിടേക്ക് എല്ലാവർക്കും സ്വാഗതം ആൻഡ് ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. ആഹ് ഇന്ന് പുതിയ പ്ലാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ചെസ്റ്റ് ഒഴികെ ബാക്കിയൊക്കെയാണ് ചെയ്തത്. ചെസ്റ്റ്, ഷോൾഡർ, ബൈസപ്സ്, ലെഗാണ് ഇന്ന് വരുന്ന വർക്കൗട്ട്. നമ്മൾ ഇനിയൊരു 17 ദിവസം കൂടി ബാക്കിയുള്ളൂ ഷോക്ക്. ഞാൻ പ്ലാനൊന്ന് ചെറിയ തോതിൽ മാറ്റി. എൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ പീക്ക് വീക്കാണ് സെക്കൻഡ് ലാസ്റ്റ് വീക്കിൽ ഞാൻ ഇപ്രാവശ്യം ചെയ്യുന്നത്. അതിൽ ഡ്രോപ്പ് സെറ്റും കാര്യങ്ങൾ വരുന്നുണ്ട്. ഞാൻ ലെഫ്റ്റ് ഷോൾഡർ ഒരു സുഖമില്ലാത്ത പോലെ, അപ്പോൾ ഞാൻ ഷോൾഡറിനൊന്നും അധികം ഡ്രോപ്പ് സെറ്റ് കൊടുത്തില്ല. ട്രൈസെപ്സിന് കൊടുത്തു. ലെഗിന് ഡ്രോപ്പ് സെറ്റ് വരുന്നില്ല. ചെസ്റ്റ് ഞാൻ ഒഴിവാക്കി. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്ന വർക്കൗട്ടുകൾ നമുക്ക് ഷോൾഡറിന് വരുന്നത് സൈഡ് ലീനാണ് ഫസ്റ്റ് വരുന്നത്. ഞാൻ അതൊരു അടിക്കണില്ലേ, കാണുന്നുണ്ട്. ഓക്കെ, ഞാൻ കെറ്റിൽ ബെല്ലിൽ സൈഡ് ലീനാണ് ഫസ്റ്റ് ചെയ്തത്. ഓക്കെ, കെറ്റിൽ ബെല്ലിലെ സൈഡ് ലീൻ ആണ് ഫസ്റ്റ് ചെയ്തത്. ഇതിൽ പിടിക്കുമ്പോൾ നമ്മുടെ കെറ്റിൽ ബെല്ലിൽ ഗ്രാവിറ്റി അനുസരിച്ചാണ് ചെയ്യാൻ. അത് പിടിച്ചങ്ങോട്ട് ഫുള്ളായിട്ട് നിവർത്തി പൊക്കരുത്. സൈഡായിട്ട് തന്നെ മാക്സിമം ലോഡ് കൊടുത്ത് ചെയ്യാം. ഞാൻ എടുത്താണ് 6 കിലോ ആണ്. അതിന് മേലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഞ്ചുറി വരാൻ എനിക്ക് സാധ്യതയുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം ഞാൻ വർക്കൗട്ട് ചെയ്തത് ഫ്രണ്ട് ലാറ്ററൽ റൈസ് ആണ്, കെറ്റിൽ ബെല്ല് യൂസ് ചെയ്തിട്ട് തന്നെ. അതും ഞാൻ സൈഡിക്ക് ഹാമർ സ്ട്രെങ്ത്തും ഫ്രണ്ടിലേക്ക് ഡെൽറ്റിന് കിട്ടുന്ന പോലെ ചെയ്യുന്നത്. സൈഡിലേക്ക് അപ്പോൾ ചെറിയ തോതിൽ നമ്മുടെ ഫ്രണ്ട് ഡെൽറ്റിന് കിട്ടും. നമ്മൾ ഈ രീതിയിൽ ഫ്രണ്ടിലേക്ക് പൊക്കുമ്പോൾ നമ്മൾ മിഡ് ഡെൽറ്റിനാണ് കൂടുതൽ കിട്ടുക. ഞാൻ സ്വിങ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ഷോൾഡറിന് ഒരു സുഖമില്ല. അപ്പോൾ ഞാൻ ഒരു പമ്പിങ് മാത്രമേ ഞാൻ കൊടുത്തുള്ളൂ, അധികം റിസ്ക് എടുത്തില്ല. അതിനുശേഷം ആ സെയിം വർക്കൗട്ട് തന്നെ ഇത് ചെയ്തു. ആംഗിൾ മാറ്റിയിട്ട് റീൽസിന് വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ അതിനുശേഷം ഞാൻ സ്മിത്തിൽ ഷോൾഡർ പ്രസ് ചെയ്തു, സ്മിത്ത് പ്രസ് ചെയ്തു. അതിൽ കൈമുട്ട് ഫ്രണ്ടിലേക്ക് ആക്കിയിട്ടാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ സൈഡ് ഡെൽറ്റിന് കുറച്ച് ലോഡ് കൂടുതൽ കിട്ടുക അങ്ങനെ പിടിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. സെയിം വർക്കൗട്ട് തന്നെ വീണ്ടും വീഡിയോ എടുത്തിരിക്കുന്നു. ഓക്കെ, അതുകൊണ്ട് ഓക്കെ. അത് കഴിഞ്ഞ് ട്രൈസെപ്സ് റോപ്പിൽ പുഷ് ഡൗൺ ആണ്. ഞാൻ ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ട്രൈസെപ്സിനെ 2 റോപ്പ് ലോക്ക് ചെയ്തിട്ടിട്ട് മാക്സിമം സ്ട്രെച്ച് എത്ര കൊടുക്കാൻ പറ്റും അത്രയും മടക്കിയിട്ട് ഞാൻ ബാക്കിലേക്ക് പുഷ് ചെയ്യാണ് ഇത് ചെയ്യുന്നത്. ഇതൊരു നല്ല വർക്കൗട്ടാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ചെയ്യാത്തവരുണ്ടെങ്കിൽ. ഇത് ഡ്രോപ്പ് സെറ്റാണ് വരുന്നത്. 3 സെറ്റ് ഞാൻ ഒരു 70% ലോഡ് പോകേണ്ട രീതിയിൽ എടുത്തിട്ട് പിന്നെ ഡ്രോപ്പ് സെറ്റ് അടിക്കുകയാണ് ചെയ്തത്. നല്ല ഡയറ്റും കിട്ടുന്നുണ്ട്. പിന്നെ എക്സ്റ്റൻഷൻ അടിച്ചു. എക്സ്റ്റൻഷൻ്റെ ഒപ്പം ഞാൻ RDL ചെയ്തിട്ടുണ്ടായിരുന്നു 2 സെറ്റ്. അത് ഞാൻ എടുത്തില്ല, വെറുതെ സ്ട്രെച്ച് മാത്രമേ കൊടുത്തുള്ളൂ. പിന്നെ സിംഗിൾ ലെഗ് എക്സ്റ്റൻഷനാണ് ഇതിൽ ചെയ്തത്. ഓക്കെ, ഇതൊന്നും ഡ്രോപ്പ് സെറ്റ് ഇല്ല കേട്ടോ, അത് നോർമൽ വർക്കൗട്ടാണ് ഇതിന് ചെയ്തത്. അങ്ങനെ വർക്കൗട്ട് കഴിഞ്ഞു. പിന്നെ നമ്മൾ നമ്മുടെ പോസിങ്ങിലേക്കാണ് കയറുന്നത്. ട്രങ്കൊക്കെ ഇട്ടു. ട്രങ്കൊക്കെ വാങ്ങിക്കാൻ പോയി ഇന്നലെ. കുഴപ്പമില്ലാത്ത ട്രങ്കാണ്. പക്ഷെ എനിക്കിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ USA ട്രങ്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. എനിക്ക് അതൊന്നുകൂടി കംഫർട്ടായിട്ട് തോന്നിക്കാം. ഇതും കുഴപ്പമൊന്നുമില്ല, പക്ഷെ എനിക്കൊരു ഒരു ടൈറ്റ്, നമുക്കൊരു കംഫർട്ട് ഇല്ലാത്ത പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഇപ്പോൾ ലെഗിനൊക്കെ അധികം പിടിക്കാൻ പറ്റണില്ല. വർക്കൗട്ട് റിക്കവർ ആയിട്ടില്ല തോന്നുന്നു. കാരണം ഇന്ന് ഞാൻ വെറുതെ പമ്പിങ് തന്നെയാണ് അതും ചെയ്തിട്ടുള്ളൂ. സൈഡ് ചെസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടും ഞാൻ പറഞ്ഞില്ലേ, ഒരു 10% വ്യത്യാസം എനിക്കുണ്ട്. കുറച്ചും കൂടി ലീൻ മസിൽസ് വന്ന പോലെ ഉണ്ട്. അടുത്ത കൊല്ലം നമുക്ക് നോക്കാം. ഓക്കെ, അതുപോലെ ബാക്ക് ഡബിൾ ബൈസെപ്സ് ഇപ്പൊക്കെ കുറച്ച് തൃപ്തി തോന്നുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ പോലെ അല്ല, കുറച്ച് സമാധാനം ഉണ്ട്. എൻ്റെ ക്രിസ്മസ് ട്രീ അങ്ങോട്ട് വരുന്നില്ല, സെറ്റ് ആയിട്ടില്ല. ഫാറ്റ് പെർസെൻറ്റേജ് 6.8 അങ്ങോട്ടാട്ടാ ഇപ്പോൾ ഉള്ളത്. ഫാറ്റ് പെർസെൻറ്റേജ് ബാക്ക് ലാറ്റ് സ്പ്രെഡ് ഒന്നും കൂടി ശരിയാക്കാനുണ്ട് റൈറ്റ് സൈഡിൽ. ഓക്കെ, ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പൊ ഇതാണ് കണ്ടീഷൻ എൻ്റെ ബോഡിയുടെ. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് കാട്ട് ഞാൻ ഓക്കെയാണ്, കുഴപ്പമില്ല.
ആഹ്, ജയിക്കോ ജയിക്കില്ലോ എന്നൊക്കെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. എന്തായാലും ഞാൻ അങ്ങോട്ടും ഇനി നല്ല രീതിയിൽ വാട്ടർ കട്ട് ഇപ്രാവശ്യം കുറവായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം അത്ര വാട്ടർ കട്ടൊന്നും ഞാൻ ചെയ്യുന്നില്ല. എനിക്ക് ഭയങ്കര ടയേർഡായിട്ട് തോന്നി. പിന്നെ കാർബ് ലോഡ് ഞാൻ കഴിഞ്ഞ വർഷം കൂടുതൽ എടുക്കുന്നുണ്ട്. ക്ഷീണം വരാണ്ടിരിക്കാൻ. കാരണം കറക്റ്റ് സമയത്തൊന്നും നമ്മുടെ പരിപാടി വിചാരിച്ച പോലെ നടക്കുന്നില്ല. അപ്പോൾ അതൊക്കെ കയ്യിൽ സ്റ്റോക്കൊക്കെ വെച്ച് ഭക്ഷണമൊക്കെ സ്റ്റോക്കൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇപ്രാവശ്യം പോകുന്നത്. അങ്ങനെ 65 കിലോ കാറ്റഗറിയിലാവും മിക്കത് ഇറങ്ങുക. ഇപ്പോൾ 66 കിലോ ആണ് എൻ്റെ ബോഡി വെയിറ്റ് ഉള്ളത്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ ടിപ്സ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് നമ്മുടെ കുട്ടികൾക്കുള്ള ഡയറ്റ് മാറാറായി. അപ്പോൾ ഇന്നിനി ഇത് കഴിഞ്ഞിട്ട് അത് ചെയ്യണം. ഇപ്പോഴല്ല, ഞാൻ 4 മണിക്ക് ശേഷമാണ് അതൊക്കെ ചെയ്യുക. പിന്നെ കുറച്ച് ഗെയിമിൻ്റെ പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അതിലേക്ക് കയറും. അപ്പോൾ നാളെ ഞാൻ എന്തായാലും എന്തെങ്കിലും നമുക്ക് ടോപ്പിക് എന്തെങ്കിലും ഇടാം. ഓക്കെ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ. സീ യു.